അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ജോക്കർ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ബെഡ് ഇട്ടു, പിന്നെ അത് ഡോറ് വെച്ചു, പിന്നെ മറ്റേ ഒരു പ്ലേറ്റ് വെച്ചു, ഓട്ടോമാറ്റിക് എടുത്ത് വെക്കാൻ വേണ്ടി വെച്ചു. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചെയ്യേണ്ട കാര്യം മറ്റേ ആ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാനുള്ള സ്ഥലത്ത് ഇച്ചിരി സ്പേസ് കുറവാണ്, സ്പേസ് കൂട്ടണം. അവിടെ ഫുള്ള് മണ്ണായിട്ട് നമുക്കൊരു ഷവർ ഉണ്ടാക്കണം. എന്നിട്ട് ആ സാധനം വെച്ച് നമുക്ക് അവിടെ ഫുള്ള് ഷവർ ഉണ്ടാക്കാനായിട്ട് എത്ര ഒരു അയൺ മതി ഷവർ ഉണ്ടാക്കാൻ എത്ര അയൺ വേണം? അപ്പം അത് വെച്ച് ഒരു അയണിൻ്റെ ഷവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ ഫുള്ള് കുഴിക്കണം. ഈ അയൺ ഇവിടെ എടുത്ത് വെച്ചിട്ട് പോയേക്കാം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും താഴെ പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചാകും. ചത്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, എൻ്റെ കാര്യം ചാവെന്ന് പറഞ്ഞാൽ തത്തിരിക്കും. ഇവിടെ ഫുള്ള് കുഴിച്ച് അത് ഇച്ചിരി കാര്യങ്ങൾ അറിയാക്കി വെക്കണം. ഒരു തേങ്ങ എനിക്ക് അറിഞ്ഞൂടാ. ഇത് മൊത്തം കുഴിച്ച് മാറ്റി നമുക്ക് താഴെ പോകണം. താഴെ നമ്മളൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, അത് എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാനവിടെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ മോൺസ്റ്റർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫുള്ള് കുഴിച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ മഡ് വെച്ച് ഇത് മണ്ടല്ല ഡേട്ട് വെച്ച് തന്നെ ഫില്ല് ചെയ്ത് വെക്കണം. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. ഗെയിമാണല്ലോ ശരി, ഇതെങ്ങനെയായിരിക്കും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഈ മണ്ണൊക്കെ മണ്ടയിൽ ഇങ്ങനെ വെക്കുന്നത്? ഇച്ചിരി കുഴിച്ചാൽ മതി, പിന്നെ ഒത്തിരി ഉള്ളിടത്ത് നമുക്ക് മണ്ണിട്ടുന്ന ആർക്കറിയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നേരെ ചാടി താഴെ പോകണം. അതിന് മുമ്പ് മണ്ട പോയിട്ട് മഡ് പിന്നെ ഷവലിൻ്റെ ആവശ്യമില്ല, ഷവലെടുത്ത് വെക്കണം. സത്യം പറഞ്ഞാൽ ഊസാറേ ഇല്ല ഷവൽ. നമുക്കൊരു സോഡ് കൂടെ ഉണ്ടാക്കിയേക്കാം. താഴോട്ട് പോകുന്ന ആവശ്യം വളരെയധികം. ആ കിളിയുടെ നേരെ ഇനി താഴോട്ട് ഇറങ്ങുന്നത് കുറെ ലാഗടിപ്പിക്കുന്ന പരിപാടിയാകുകൊണ്ട് നമുക്ക് ഇത് വലിയ ശല്യമാണല്ലോ ഈ കിളി. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ താഴെ ഇറങ്ങാൻ ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റെപ്പ് ആയതുകൊണ്ട് താഴെ മറ്റേ എതിരെ ഇറങ്ങിയാൽ എവിടെ ചെല്ലുമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. പിന്നെ ചാകാനൊക്കെ പോയി ഉണ്ടിയ വരെ അമ്പ് കയറ്റുമോ പട്ടി. ഓക്കെ, താഴെ എത്തി ഞാനൊരു വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്രീപ്പർ താഴോട്ട് എറിയുന്ന പൊട്ടും. ഇതിലെ താഴോട്ട് ഇറങ്ങി കഴിയും. അടുത്ത് പോലെ അടയാളത്തിന് വേണ്ടി ക്രീപ്പർ ഇങ്ങനെ ബ്രിക്കൊക്കെ വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഒന്നിനെ സഹിക്കാൻ വയ്യ. സോംബിയും പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ല. സ്കെലിറ്റൻ ഈ ടോർച്ചിന്റെ പുറകെ പോവാം. ഷീൽഡില്ല അതിൻ്റെ അകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചന്തിയെ കൂടെ ഒക്കെ നേരെ. ഓക്കെ, നടന്നില്ല. ഓക്കെ, ഇവിടെ ഫുള്ളി ഞാൻ ടോർച്ച് കുത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വഴി നേരെ അങ്ങോട്ട് പോയിട്ട് അതിലെ താഴോട്ട് അവിടെ ഒരു മറ്റേ വെള്ളം ഉണ്ടെന്ന് അവതാറിനകത്ത് സാധനം എടുക്കാൻ പറഞ്ഞു. നീല കളറിലായിരിക്കും, ഇത് മൊത്തം ഓറഞ്ച് കളറല്ല. ആ പട്ടി അടിക്കുന്നു പറയുന്നു. ചെറുത്താൻ വന്നു. സ്കെലിറ്റനെ മാത്രം എനിക്ക് ഇഷ്ടമല്ല. വെട്ടിക്കൊന്ന് ഞാൻ പട്ടിക്ക് കൊടുക്കും. എനിക്കാണ് കളിയും അറിയത്തില്ല. സാധനത്തിൽ എങ്ങനെയെങ്കിലും കൊല്ലണം. വാടാ കണ്ണേ, നിക്കടാ അവിടെ. അടിക്കടിച്ച് കൊല്ലാൻ പറ്റും. കൊല്ല പട്ടീനെ. എടാ എന്നാ നിക്കടാ, വെട്ടറാ. അതിൻ്റെ ഇടയ്ക്ക് ഇതേതാ ഈ സോംബി, വില്ലേജർ സോംബി. നമ്മുടെ വില്ലേജിൽ തട്ടിക്കൊണ്ട് വന്ന സോംബീസ്. അയ്യോ, അടുത്ത മരുന്നിന് നമുക്ക് നേരെ വെള്ളം ഇവിടെ എങ്ങാനും ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. എടാ, അടി കിട്ടി ഞാൻ മെഴുകുവാണല്ലോ. എടാ, വെള്ളമില്ല. ഒരെണ്ണം കിട്ടി, അളിഞ്ഞല്ലോ നാളാ. ഇതിന്റെ താഴെ പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോ ഒരു സംഭവം യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ ചത്തു. ഓക്കെ, അത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ മോൺസ്റ്റർ ആണെന്നൊക്കെയാ പറയുന്നത്. ഞാനിവിടെ വില്ലേജ് തിരിച്ച് വന്നിട്ടുണ്ട്, റീസ്പോൺ ആയിട്ടുണ്ട്. താഴെ വന്നു. തുടക്കം തന്നെ താഴെ തന്നെ നിൽപ്പുണ്ട് ക്രീപ്പർ തിണ്ടി. കൈ ഷീൽഡ് പോലും ഇല്ല. പൊട്ടും, വീടിന്റെ അകത്ത് കയറി പൊട്ടും. കൊല്ലല്ലേ പ്ലീസ്, തൊണ്ടയ്ക്കൊരു ചെറിയ വിഷയമുണ്ട്, അതാണ് ഈ കറുകർക്ക്. ഭാഗ്യം പറയുന്നില്ല.
അടിക്കരുത്, പുറകെ നിന്ന് അടിക്കരുത് പ്ലീസ്. ഓടി ഫുൾ ഹാർട്ടുണ്ട്. ഞാൻ വാട്ടർ ബക്കറ്റും കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. നമുക്ക് 1 ബ്ലോക്ക് ഇതിന്റെ താഴെയാണ് സംഭവങ്ങൾ കളിക്കാൻ ഡാർക്ക് ബ്ലൂ കളറിനകത്ത് കളിക്കണമെങ്കിൽ സാധനം അല്ലെ കളിക്കത്തില്ല. എന്നാന്നൊരു പിടുത്തവും. ഞാൻ ചാകുന്നതിനാണ് എണ്ണവും ഇല്ല. ഇവിടെ എവിടെയെങ്ങാണ്ട് ഇവിടെ വെച്ചിട്ട് എനിക്കറിഞ്ഞൂടാ, ഒന്നും പറ്റിയില്ല. ഓക്കെ, ആ സാധനങ്ങളവിടെ ഇത് ഫുള്ളാണ് ഇരുട്ട്. സംഭവം ടോർച്ച് എടുത്തോണ്ട് വന്നു. മുമ്പേ ടോർച്ച് എടുത്തില്ല. ടോർച്ച് എടുക്കാതെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുണ്ട്. നമ്മുടെ സാധനം എവിടെയാ നോക്കട്ടെ. ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. അതേ കിടക്കുന്നു. പെട്ട് എവിടെ പോയി? എവിടെ പോയി? അവിടെ ഉണ്ട്. വേഗം നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുത്തേക്കാം. അല്ല, അതെവിടുന്നാ? സോംബി 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 ചത്ത്. അപ്പം ഡെത്ത് നമ്പർ 2 വീണ്ടും നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡയമണ്ട് കണ്ടിട്ടുണ്ട്. ഡയമണ്ട് നമ്മൾ നൈസായിട്ട് ഈ ഡയമണ്ട് കുഴിച്ചെടുക്കണം. കുഴിച്ചെടുക്കാൻ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ അത് നടക്കത്തില്ല. നമുക്ക് ഇവിടെ തന്നെ കുഴിക്കാം. ഇവിടെ കുഴിച്ചിട്ട് അതിൻ്റെ അടി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇറങ്ങി എന്നിട്ട് കുഴിക്കാം. അല്ലെങ്കിൽ ഡയമണ്ട് ലാവയ്ക്കകത്ത് പോകും. രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഗോൾഡ് എല്ലാം കുത്തിയെടുക്കാം. ഇതൊക്കെ മണ്ടയിൽ എത്തിച്ചാൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കാര്യമാണ്. എവിടെ പണി കിട്ടുമോ അവിടെ പോയി ഏരെന്ന് വാങ്ങി. ആദ്യമേ വന്നത് അയൺകോളത്തിനെ പോയി ചൊറിഞ്ഞ്. അന്നേരം അയൺകോളം എടുത്ത് ഭിത്തിയിലിട്ട് തേച്ച് വെച്ച് കിട്ടാനുള്ളതെല്ലാം കിട്ടിയപ്പോഴത്തേക്ക് വീണ്ടും വന്ന് 3 ബ്ലോക്ക് വെച്ച് അയൺകോളത്തിനെ പോന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ക്യാമറ ഓഫായിരുന്നു. പിന്നെ അയൺ കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഒരു അയൺകോളത്തിന് ഉണ്ടാക്കി വിട്ടു. നന്മയുള്ള ലോകമാണ് ഞാൻ. നന്മയുള്ള ലോകം. ഞാനില്ലാതെ വരുമ്പോൾ വീണ്ടും ഞാൻ തല്ലിക്കൊല്ലും. ഓക്കെ, ഈ സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കാൻ ഞാൻ നേരെ കിടക്കും രാവയ്ക്കകത്ത്. മൊത്തം കൊത്തിയെടുത്തോണ്ട് നമുക്ക് ഓടിയാക്കാം. ഡയമണ്ട് കിട്ടുമെന്ന് നോക്കണം. ഇടയിൽ ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രയോജനമാണ്. എവിടെ കിട്ടും? ഇതിൻ്റെ കുരങ്ങനുണ്ടായി വിളിയോ? ഇങ്ങനെയൊക്കെ കിടന്ന് കരയുന്നു. ഇതെന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറേ ഉണ്ട്. ഇത് എടുക്കാനും പറ്റത്തില്ല. ഇത് ബ്ലോക്കായിട്ട് എടുക്കാനും പറ്റത്തില്ല. ഇതെന്നാന്നറിയാവുന്നവർ പ്ലീസ് കമൻറ്റ് ബിലോ. ഡയമണ്ട് ആണോ ഇത്? അല്ല, അതെന്താ പുല്ല. അതിവിടുന്ന കൊല്ലല് 2 എണ്ണം, 2 സ്കെലിറ്റൻ. ഒരെണ്ണത്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തുള്ളൂ. തീർക്കൈനെ. അടിച്ചു വിട്. പോടാ ദൂരെ. ഇടിച്ചിട്ടി അടി. അതെവിടുന്ന് യുവമാരടിക്കുന്നില്ലല്ലോ. യുവമാർ തന്നെ. അവിടെ ഒരു എൻഡർമാനുണ്ട്. അവനെ നോക്കരുതേ. അയ്യോ, നോക്കിപ്പോയി. നോക്കിപ്പോയി. ഇനി അടിയുടെ പൂരമായിരിക്കും. അടുത്ത കണ്ണും കാണത്തില്ല. അടുത്തവൻ. എന്നാ അടി. അടിപൊളി. അയ്യോ, അതാണ് എൻഡർമാൻ. ഞാൻ പറഞ്ഞില്ല എൻഡർമാൻ അടിക്കുമെന്ന്. ഓടിക്കോ ചാകരുത്. ഓടിക്കോ. കൊല്ലല്ലേ. അപ്പം ശരി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ